ദേശീയ പണിമുടക്ക് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ രീതിയിൽ തൊഴിലാളികളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ 50 കോടി ഇന്ത്യൻ തൊഴിലാളികളുടെ മാത്രം പ്രശ്നങ്ങളെ മുൻനിർത്തി അല്ല ഈ സമരമെന്നും അതിനോടൊപ്പം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും രാജ്യത്തിൻ്റെ തന്നെ ദേശീയ സുരക്ഷയെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് ഈ സമരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരുന്ന 29 തൊഴിലവകാശങ്ങളെ അംഗീകരിക്കുന്ന നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റിയതോടെ നാളിതുവരെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു തൊഴിൽ ദിനം എന്നാൽ 8 മണിക്കൂർ ആയിരുന്നു എന്നത് ഈ പുതിയ ലേബർ കോഡ് വന്നതിന് ശേഷം തൊഴിലാളികൾ 12 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഫ്രാൻസിലെ പോലെ രാജ്യങ്ങളിൽ ഒരു ദിവസത്തെ തൊഴിൽ സമയം 6 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് 8 മണിക്കൂർ നിന്ന് 12 മണിക്കൂർ വരെ തൊഴിലാളികൾ പണിയെടുക്കാൻ നിർബന്ധിതമാകുന്നത്. 300 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏത് സമയവും പൂട്ടി തൊഴിലാളികളെ പുറത്താക്കുവാനുള്ള അവകാശം മുതലാളിമാർക്ക് നൽകുന്നു ഈ പറയുന്ന പുതിയ ലേബർ കോഡ്. തൊഴിലാളികൾ എന്നത് മണിക്കൂറുകൾക്ക് മാത്രം പണിയെടുത്ത് അവകാശങ്ങൾ ചോദിക്കാതെ മടങ്ങിപ്പോകേണ്ട താൽക്കാലിക ജീവനക്കാർ മാത്രമായിരിക്കും ഇനിയുള്ള നാളുകളിൽ. ബോണസ് എന്ന സങ്കല്പം തന്നെ അവസാനിക്കുന്നു. പെൻഷന്റെ കാര്യം നമുക്കറിയാമല്ലോ. ജനങ്ങളുടെ സമരങ്ങളുടെ തുടർച്ചയായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും ലഭിച്ചിരുന്ന പെൻഷൻ സുരക്ഷിതത്വം പടിപടിയായി നഷ്ടപ്പെടുത്തുന്നത് തീവ്രമാക്കുന്നു. അങ്ങനെ നാളിതുവരെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്ത അവരുടെ അവകാശങ്ങളെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി അതിസമ്പന്ന മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്തു എന്നതിനെതിരായുള്ള പ്രതിഷേധം കൂടിയാണ് ഈ സമരം. അതിനേക്കാൾ ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ ഈ തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമരം കേവലം തൊഴിലാളികളുടെ അവകാശങ്ങളെ മാത്രം മുൻനിർത്തിയല്ല, മുഴുവൻ ഇന്ത്യക്കാരുടെ അവകാശങ്ങളെ മുൻനിർത്തിയാണെന്ന് പറയുന്നത്. ഉദാഹരണമായി വൈദ്യുതി മേഖല, KCB, കേരളത്തിലെ KCB പോലുള്ള വൈദ്യുതി മേഖലകൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചിരിക്കണമെന്ന് പറയുന്നു. സ്വകാര്യവൽക്കരിക്കുമ്പോൾ വൈദ്യുതിയുടെ താരിഫ് അതിൻ്റെ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്വകാര്യ മുതലാളിമാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, ഉൽപാദന ചെലവും വിതരണവും എത്രയാണെന്ന് അവർ തീരുമാനിക്കും. അതിനേക്കാൾ ഒട്ടും കുറയാത്ത തരത്തിൽ അവർക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ വൈദ്യുതി വിതരണം നടത്തിയാൽ നമ്മളെപ്പോലെയുള്ള നാട്ടിലെ സാധാരണക്കാരുടെ വൈദ്യുതി ബിൽ എത്ര ഭീകരമായി വർദ്ധിക്കും. ഈ ഒരു അവസരം ഈ പുതിയ വൈദ്യുതി ബിൽ ഉണ്ടാക്കുന്നു. അതിനെതിരെയാണ് ഈ സമരം. മറ്റൊന്ന് നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ മൊത്തത്തിൽ അട്ടിമറിക്കുന്നു. അത് ഇന്ത്യയിലെ ഏകദേശം 15 കോടിയോളം വരുന്ന കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെതിരെ കൂടി ഈ സമരം വിരൽ ചൂണ്ടുന്നുണ്ട്. മറ്റൊന്ന്, നാളിതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സീഡ് ബില്ലുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് സീഡ് ബില്ല്? നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ല പാരമ്പര്യമുള്ള അറിവുള്ള കർഷകരാണ് ഇന്ത്യൻ കർഷകർ. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആസ്തി എന്നത് വിത്തുകളിലുള്ള അവരുടെ അവകാശങ്ങളാണ്. വിത്തുകളുടെ ഉടമകൾ അവർ തന്നെയാണ്. ആ രീതിക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഓരോ വിത്തും രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം വരുന്നു. എന്ന് മാത്രമല്ല, രജിസ്റ്റർ ചെയ്യാത്ത വിത്തുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ ചെയ്യുന്നത് വലിയ കുറ്റമായി പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ വരും നാളുകളിൽ രാജ്യത്തെ മുഴുവൻ വിത്തുകൾക്കും ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കണമെന്നും ആ രജിസ്ട്രേഷനിൽ വ്യതിചലിച്ചാൽ അവരെ പെനാൽറ്റി അടിക്കുമെന്ന് പറയുമ്പോൾ വരാൻ പോകുന്നത് രാജ്യത്ത് മുഴുവൻ വിത്തുകളുടെയും ഉടമസ്ഥാവകാശം സാധാരണ കർഷകരിൽ നഷ്ടപ്പെട്ട് സമ്പന്നരിലേക്ക് എത്തുന്നു.